ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീടുകളിൽ എല്ലായിടത്തും തന്നെ ഗ്യാസ് ഉപയോഗിക്കുന്ന ആൾക്കാർ എല്ലാവരും ഗ്യാസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമുക്കൊരു 5 ദിവസമെങ്കിലും മിനിമം ഒരു സിലിണ്ടർ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ പാത്രങ്ങൾ വെക്കുന്ന ബർണറിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ വെക്കാത്ത കൊണ്ടിട്ടാണ് കൂടുതലും നമുക്ക് ഗ്യാസ് ബേണായിട്ട് വെറുതെ ആവശ്യമില്ലാത്തൊരു ഗ്യാസ് എക്സ്പെൻസിലേക്ക് പോകുന്നത്. അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഒന്ന് കത്തിച്ച് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഹോബ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ 2 ചെറിയ ബർണർ ഉണ്ടാവും, 2 വലിയ ബർണർ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാസ് ലാഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മൾ തെറ്റായിട്ട് പല സമയത്ത് നമ്മൾ എളുപ്പത്തിൽ ചില കാര്യങ്ങൾ ചെയ്യും. അതെന്താണെന്ന് ഈ ഒരു ബർണർ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ബർണറിനകത്ത് ഈ ഒരു വട്ടത്തിനേക്കാളും വലുതായിരിക്കണം എപ്പോഴും നമ്മൾ അതിന്റെ മുകളിൽ വെക്കേണ്ട പാത്രം. ഈ വട്ടത്തിനേക്കാളും തീരെ ചെറിയ പാത്രം, അതായത് ഇപ്പൊ ഈ ഒരു ബർണർ കണ്ടില്ലേ, ഇതിനെ അപേക്ഷിച്ചിട്ട് ഒരു വലിയൊരു ബർണറാണ്. നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രം, ഇതുപോലൊരു ചെറിയൊരു പാത്രം കണ്ടില്ലേ, ഇത്രയും ചെറിയൊരു പാത്രം നമ്മൾ ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കുമ്പോൾ അതിന്റെ ഫ്ലെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറക്റ്റ് ഈ പാത്രത്തിന്റെ താഴെയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പൊ ഈ ഒരു ബർണറിന് ഇങ്ങനത്തെ ഇത്രയും ചെറിയൊരു പാത്രം കറക്റ്റാണ്. പക്ഷെ നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രം നമ്മൾ ഇവിടെ എടുത്തു വെക്കും. ഈ ഒരു ബർണർ വലിയ ബർണറിൽ എടുത്തു വെച്ചിട്ട്, അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫ്ലെയിം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിന്റെ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഈ കണ്ടില്ലേ, പുറത്തേക്കാണ് കംപ്ലീറ്റ് പോകുന്നത്. ഇതിന്റെ ഫ്ലെയിം കംപ്ലീറ്റ് പുറത്തേക്കാണ് പോകുന്നത്. ആകെ നടുഭാഗത്തു നിന്നുള്ളത് ആ ഒരു ഫ്ലെയിമിലാണ് ഇത് ചൂടാകുന്നത്. ബാക്കി ഫ്ലെയിം നമുക്ക് ഓവറായിട്ട് വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചൂടാവും, പക്ഷെ ഗ്യാസ് ഒരുപാട് നമുക്ക് നഷ്ടമാണ്. കാര്യം ഇതിന്റെ ഫ്ലെയിം ഒരിക്കലും ഇതിനകത്തേക്ക് പാത്രങ്ങൾ സൈസ് നോക്കി വെച്ചില്ലെങ്കിൽ ഒരിക്കലും ഇതിനകത്തേക്ക് ഫ്ലെയിം ഡയറക്റ്റ് പാത്രത്തിലേക്ക് വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഒരുപാട് നമുക്ക് നഷ്ടവും. അപ്പൊ അതിന്റെ ഒരു റേഡിയസും കൂടി ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിപ്പോ അതിനകത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ചെറിയ ബർണറിനകത്ത് ഇത്രയും വലിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു വലിയ പാത്രം വെക്കുമ്പോഴത്തേക്കും അതിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്ലെയിം ഒന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, അതിന്റെ നേർ പകുതിക്കാണ് അതിന്റെ ഫ്ലെയിം, ആ പാത്രത്തിന്റെ നേർ പകുതിക്കാണ് ആ ഫ്ലെയിം വന്ന് അതിന്റെ പാത്രത്തിൽ മുട്ടുന്നത്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും വലിയ പാത്രം വെച്ചാലും വലിയ പ്രശ്നമില്ല. കാര്യം നമുക്ക് ഫ്ലെയിം ഒരിക്കലും നഷ്ടമാകുന്നില്ല, വെറുതെ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. അത് കറക്റ്റ് ആ പാത്രത്തിന്റെ അടിയിൽ തന്നെ വന്നിട്ട് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അതിന്റെ ടൈമിൽ ചൂടാവും. നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, ചൂടാകോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അതിനാണ് നമ്മൾ മാറ്റി ഇപ്പുറത്തെ പാത്രത്തിലേക്ക് വെക്കുന്നത്. ഇനി നമ്മൾ ഇപ്പുറത്തെ പാത്രത്തിനകത്ത് നമുക്കൊരു ചെറിയ പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് അതും കൂടി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു പാത്രത്തിന്റെ ഫ്ലെയിം വരുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കിയോ, കണ്ടില്ലേ, നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് ആ ഫ്ലെയിം പോകുന്നത് ആ ഒരു പാത്രത്തിന്റെ ഔട്ടറിൽ കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, പെട്ടെന്ന് ചൂടാകും, പക്ഷെ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടം വരും. ഇനിയിപ്പോ നമ്മൾ ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു വലിയ ബർണറിനകത്തേക്ക് നമ്മൾ ഈ ഒരു പാത്രം വെക്കുമ്പോൾ ആ ഒരു ഫ്ലെയിമും കൂടി ഒന്ന് കാണിച്ചു തരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഫ്ലെയിം നമ്മൾ പാത്രങ്ങൾ വെക്കുന്ന ബർണറിന്റെ സൈസ് നോക്കാതെ നമ്മൾ പാത്രങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പേർക്കും ഗ്യാസ് 30 ദിവസം കിട്ടുന്ന ഗ്യാസ് ചിലപ്പോൾ 28 ദിവസം കിട്ടുന്നു, അല്ലെങ്കിൽ 25 ദിവസം കിട്ടുന്നു, അങ്ങനെയൊക്കെ വരുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും കറക്റ്റായിട്ട് ആ പാത്രത്തിന്റെ അടിയിൽ തന്നെയാണ് അതിന്റെ ഫ്ലെയിം വരുന്നത്. പാത്രം പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുന്നതനുസരിച്ചിട്ട് ആ ഫ്ലെയിം മാറി വരും. കണ്ടാ, കറക്റ്റ് ആ ഒരു ഫ്ലെയിം വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ പാത്രത്തിന് താഴെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് നഷ്ടം വരില്ല. പുറമേ കൂടി പോവുകയാണെങ്കിൽ നമുക്കത് ഗ്യാസ് നഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.